മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉണ്ണി വന്നിട്ട് ചോദിക്കും, നീ എപ്പോഴാണ് വീട്ടിലേക്ക് പോയത് എന്ന് ചോദിക്കുമ്പോൾ ദുർഗ പറയും, അതിന് ആരോട് പറയണം, ആരോടും ഒന്നും പറയണ്ട. അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോയി മുത്തശ്ശിയുടെ നിന്ന് ഓരോന്നും കിട്ടിക്കഴിഞ്ഞാൽ അതിവിടെ വന്നിട്ട് കാണിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മുത്തശ്ശി പറയും, അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അത് ഓർമ്മ വേണം നിങ്ങൾക്ക്. ആ കുഞ്ഞുണ്ടായ പിന്നെ എൻ്റെ മോളെ ആർക്കും ഇഷ്ടമില്ല, സ്നേഹമില്ല എന്നിങ്ങനെ പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അവൾക്ക് ഇവിടെ ഭക്ഷണമുണ്ട്, അല്ലാതെ അവൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ കയറിയിട്ട് എനിക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ എനിക്ക് വിശ്വേട്ടൻ്റെ ഓർമ്മ വരും. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഒന്നും കൊടുക്കാനേ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ അവളെ കൊണ്ടുപോയിട്ട് അവളുടെ പ്രസവം കഴിയുന്നവരെ എന്താണ് അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ പറഞ്ഞ് അത് ഉണ്ടാക്കി കൊടുത്തിട്ട് അവിടെ നിർത്തിക്കോളി. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ മാനം മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിച്ച് വേണം നിൽക്കാനേ എന്ന് ദുർഗ പറയണം കേട്ടോ. അതേസമയം മുത്തശ്ശി പറയുന്നുണ്ട്, ഉണ്ണി ഒന്ന് വായോ, എനിക്ക് പുറത്ത് നിന്നോട് സംസാരിക്കാനുണ്ട് പറയുമ്പോൾ ഉണ്ണി പറയും, എന്താ എൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് സംസാരിക്കുക, നിങ്ങൾക്ക് എന്താണ്, ആ കേൾക്കാനുള്ളത് മാത്രമേ എനിക്ക് സംസാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഇല്ല, എനിക്കൊന്ന് പുറത്ത് വായോ, എനിക്ക് സംസാരിക്കണം എന്ന് പറയണം കേട്ടോ. അതിനുശേഷം മുത്തശ്ശി പുറത്തേക്ക് വിളിച്ചിട്ട് പോയതും തന്നെ ഉണ്ണിയോട് ചോദിക്കും, നീ എൻ്റെ സ്വത്തുക്കളും നിനക്ക് എല്ലാ സാധനവും തന്നു, നീ പിന്നെയും നഷ്ടപരിഹാരം വേണമെന്നാണോ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെ, എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ തീരുള്ളൂ, അതിൽ നിന്നും ഒരു 5 പൈസ ആക്കില്ല എന്ന് പറയും. നിനക്ക് ഞാൻ എൻ്റെ എല്ലാ കാര്യം തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിങ്ങളെനിക്ക് പൈസയായിട്ടൊന്നും തന്നില്ലല്ലോ, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, എനിക്ക് ഒന്നുമില്ലാത്തവനാണ്, ഇതൊരു അവസരമാണ് എന്നിങ്ങനെ പറയുന്നുണ്ടോ. എടാ, ആ സ്വർണ്ണത്തിൽ നിന്ന് എന്തെങ്കിലും വിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും നിനക്ക് വാങ്ങിക്കൊടുക്കേ, എന്തെങ്കിലും ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോഴേ, ഇപ്പം തന്നെ വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചുകൂടെ കഴിയട്ടെ, അത് കഴിയുമ്പോൾ എന്താ വെച്ചാൽ ഞാൻ വാങ്ങിക്കൊടുത്തോളാം. പിന്നെ ഒരു പെൺകുഞ്ഞാ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അത് 10-20 കൊല്ലം കഴിഞ്ഞാൽ അതിനും എന്തെങ്കിലും കൊടുത്ത് വിട്ടയക്കണം, അതിനെ ഒരുപാട് പൈസ വേണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതുകൊണ്ട് എന്തായാലും എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ തീരൂ, എൻ്റെ അച്ഛനെയല്ലേ നിങ്ങൾ ഇല്ലാതാക്കിയത്, അതുകൊണ്ട് എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ തീരുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കും മുത്തശ്ശി പറയും, നീ ഒരു മനുഷ്യനാണോ എന്ന് പറയും കേട്ടോ. അതെ, ഞാനൊരു മനുഷ്യനല്ല, ഞാൻ പക്ഷേ ഒരു മനുഷ്യനെ കണ്ടു, ആരാന്നറിയോ, ജയിൽ പുള്ളിയായ പ്രതാപനെ. നിങ്ങളെ വന്ന വഴിക്ക് പോവാൻ നോക്കുക എന്ന് മുത്തശ്ശിയോട് പറയണം കേട്ടോ. മുത്തശ്ശി സർവ്വവും നഷ്ടപ്പെട്ട പോലെ അങ്ങനെ വിഷമിച്ച് നിൽക്കണം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കണ്ണനും ലേഖയും അവരെല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. വീട്ടിൽ വന്നതിന് ശേഷം ലേഖ കുഞ്ഞിനെ കൊഞ്ചിക്കുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, ലേഖയെ ഒരുപാട് വേണ്ട, അത് നിനക്ക് ബുദ്ധിമുട്ടാവും എന്നിങ്ങനെ പറയണം കേട്ടോ. നമ്മൾ ജർമ്മനി പോകണം പറഞ്ഞിട്ട് 2 മാസത്തിനുള്ളിൽ വന്നതല്ല അനന്ത കേട്ടോ, ഇത്ര നാളും നമ്മൾ നിന്നു. പിന്നെ മഹിയോടായിട്ട് ഒരുപാട് പെരുമാറി കഴിഞ്ഞപ്പോൾ അതും വേണമെന്ന് തോന്നി, ഇപ്പം മഹിയുടെ കുഞ്ഞുമായി വിട്ടുപോരാൻ തോന്നുന്നില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം കണ്ണൻ വീട്ടിലേക്ക് വരികയായിരിക്കുന്നുണ്ട്. അതേസമയം ഉണ്ണിയും ദുർഗയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. നഷ്ടപരിഹാര കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എടാ, നിനക്ക് നിൻ്റെ അച്ഛനേക്കാളും വലുത് നഷ്ടപരിഹാരമാണ് എന്ന് ദുർഗ ചോദിക്കുകയാണ്. അതെ, എനിക്ക് നഷ്ടപരിഹാരം തന്നെയാണ് വലുത് എന്നിങ്ങനെ പറയും കേട്ടോ. അതേസമയം കണ്ണൻ പറയും, എനിക്കത് വേണ്ട എന്ന് പറയും. നിങ്ങൾക്കത് വേണ്ടെങ്കിലും എനിക്കത് വേണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കരുണ മുകളിൽ നിന്ന് നിൽക്കുന്നുണ്ട്. അവരുടെ കംപ്ലീറ്റ് നാശം കണ്ടതിന് ശേഷമേ ഉള്ളൂ അവർക്ക് കിട്ടാനുള്ള സ്വത്ത് മുഴുവനും കിട്ടണം എന്ന് പറയും. അത് കഴിയുമ്പോൾ കണ്ണൻ പറയും, നീ സ്വത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവനാണ്, അല്ലാതെ അച്ഛൻ മരിച്ചതും കൂടി നിനക്കൊരു നല്ല കാര്യമായിട്ടാണ് നീ ചിന്തിക്കണത് എന്ന് ചോദിക്കാറുണ്ടോ. അതേസമയം ദുർഗ പറയും, മോനെ നമുക്കത് വേണ്ട എന്ന് പറയണം കേട്ടോ. കണ്ണൻ പറയണ്ട, അങ്ങനെ വല്ല സ്വത്തും കിട്ടിക്കഴിഞ്ഞാൽ അത് വല്ല അനാഥാലയത്തിൽ കൊടുക്കണം, അതെനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഉണ്ണി പറയണ്ട, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് തരാനുള്ളത് തരണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതിന് ശേഷം കണ്ണൻ പോകാൻ നേരത്താണ് കരുണയെ കാണുന്നത്. കണ്ടില്ലേ, നീ കേട്ടല്ലോ, നിൻ്റെ അച്ഛൻ്റെ കംപ്ലീറ്റ് സ്വത്തും കിട്ടണം നിൻ്റെ ഭർത്താവിനെ എന്നാണ് പറയുന്നത്. നിൻ്റെ അച്ഛനും അതുപോലെ അമ്മാവനും പാപ്പരാണ്, അതിനനുസരിച്ചിട്ട് നീ ജീവിച്ചു, ഒരിക്കൽ ഞാൻ ക്ഷമിച്ച് നിന്നെ കൊണ്ടുവന്ന്, ഇനിയൊരു അബദ്ധം നിനക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് പറയണം കേട്ടോ. അതിനുശേഷം ഉണ്ണി കരുണയോട് ഇങ്ങനെ പറയാണ്, നീ ലോക്കറിൽ പോയിട്ട് സ്വർണ്ണങ്ങൾ നിൻ്റെ പേരിലാണ് വെച്ചിരിക്കുന്നത്, നീ ഒറ്റയ്ക്ക് പോയി എടുക്കരുത് ചോദിക്കും. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, നീ അതെടുത്തിട്ട് വല്ലതും നിൻ്റെ കേസിന് വേണ്ടി കൊടുക്കും, അതൊരിക്കലും നടത്താൻ പാടില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ കരുണ പറയും, അച്ഛനും അമ്മയ്ക്കും ഒന്നും വേണ്ടെന്ന സോറി കേട്ടോ, അമ്മയ്ക്കും കണേടനൊന്നും വേണ്ടെന്നല്ലേ പറയുന്നത് ചോദിക്കുമ്പോൾ അവർക്കൊന്നും വേണ്ടായിരിക്കും, പക്ഷേ എനിക്ക് വേണം എന്ന് പറയണം കേട്ടോ. കാരണം ഞാൻ ഒന്നുമില്ലാത്ത അവനാണ്, അവരുടെ കയ്യിലൊക്കെ
പൈസയുണ്ട്. അമ്മ കണ്ണേട്ടൻ്റെ ചിലവിലാണ് കഴിയുന്നത്. അതുകൊണ്ട് അമ്മയ്ക്കും വേണ്ടായിരിക്കും. എനിക്ക് എന്തായാലും വേണം എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നെ ഞാനൊന്നും കാണാതെയില്ല നിന്നെ കല്യാണം കഴിച്ചത്. നിൻ്റെ അച്ഛൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് തന്നെയാണ് കല്യാണം കഴിച്ചത് എന്നെല്ലാം പറയും കേട്ടോ. നിങ്ങളൊരു മനുഷ്യനാണോ, നിങ്ങളെനിക്ക് എന്തെങ്കിലും വാങ്ങിത്തരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് കരുണ ഇങ്ങനെ കരയാണ് കേട്ടോ. അതേസമയം ഉണ്ണിയുടെ വേറൊരു മുഖം കണ്ടിട്ട് കരുണ ആകെ പകച്ചു പോവുകയാണ്. എന്തായാലും വേണം, നിൻ്റെ അച്ഛനും അവരും പാപ്പരായി അവർ വല്ല വൃദ്ധസദനത്തിൽ പോയിരിക്കട്ടെ. അവിടെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് കർമ്മങ്ങൾ ചെയ്യാം. വെറുതെ എന്തിനാണ് അവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഒന്നുമില്ലാതെ എനിക്ക് എല്ലാ പൈസയും വേണമെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം ഉണ്ണി ജയിലിൽ പോവുകയാണ്. ഉണ്ണി ജയിലിൽ പോയിട്ട് വാമദേവൻ ഇങ്ങനെ കാണുക കേട്ടോ. വാമദേവനും ഉണ്ണിയും കൂടിയിട്ട് ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ രണ്ട് പേരുടെയും ഉണ്ണിക്ക് ദേഷ്യവും വാമദേവനും ഒരു പേടിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് അതുപോലെ ഹാപ്പി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.